ദൈവത്തിന് മഹത്വം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. വചനജാലകമെന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഈ പ്രോഗ്രാമിലൂടെ ദൈവമക്കളായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങൾക്കും ഞങ്ങൾ ബിബ്ലിക്കലായി ആൻസർ തരുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തുടർന്നും ദയവായി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് വിശേഷാൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്ന ചോദ്യം, യേശുക്രിസ്തുവിനെ ഒരു രക്ഷകനായിട്ടല്ലാതെ കേവലം ഒരു ധാർമ്മിക ഉപദേശം നൽകുന്ന ഗുരു എന്ന നിലയിൽ മാത്രം അംഗീകരിക്കുന്ന ഒരാളിനോട് ഞാൻ എങ്ങനെ പ്രതികരിക്കണം? ഇതാണ് ഒരാളുടെ ചോദ്യം. നമുക്കൊരുമിച്ച് ദൈവവചനത്തിലൂടെ ചിന്തിക്കാം. കർത്താവിൻ്റെ ദാസൻ ബ്രദർ സാജു ജോൺ. ഒരു വലിയ പ്രോബ്ലം അങ്ങനെ അംഗീകരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ യേശുവിനെ അംഗീകരിക്കാൻ ലോകത്തിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ എന്ന് തന്നെ എനിക്കൊരു സംശയമുണ്ട്. A.W. ടോസറിൻ്റെ ഒരു ബുക്കിൽ, അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയൽസിൻ്റെ ഒരു കളക്ഷനകത്ത് ഞാനിങ്ങനെ വായിച്ചപ്പോഴത്തേക്ക്, ജീസസ് ഈസ് ഡേഞ്ചറസ്ലി പോപ്പുലർ ഇൻ ദീസ് ഡേയ്സ് എന്ന ആശയത്തിൽ അദ്ദേഹം പറയുണ്ടായി. അതായത് യേശു ഭയങ്കര പോപ്പുലർ ആയിരിക്കുകയാണ്. ഇപ്പം യേശുവിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും എതിര് പറയുന്നില്ല. ഇപ്പം മറ്റേതെങ്കിലും ഒരു മതഗുരുവിൻ്റെ പേര് പറഞ്ഞാൽ ഉടനെ അയാൾ മറ്റുള്ളവരെ അത് ചെയ്തു, അല്ലെങ്കിൽ റിലീജിയൻ്റെ പേരിൽ കളിപ്പിച്ച് എന്തെങ്കിലും കള്ളത്തരം അപ്പോൾ ഏത് റിലീജിയസ് ഗുരുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു മോറൽ ഇഷ്യൂസോ എന്തെങ്കിലും. പക്ഷേ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ എതിരായിട്ട് പറയാൻ ആളുകൾക്ക് ഒന്നുമില്ലാത്ത ഒരു സ്റ്റേജ്. ഇനി യേശുവിനെതിരെ ഒരു മോറൽ ഇഷ്യൂസോ എന്തെങ്കിലും ഒരാൾ അലിഗേഷൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനെതിർക്കാൻ ഇപ്പം ക്രിസ്ത്യാനികളൊന്നും പോകേണ്ട കാര്യമില്ല. ഈവൻ അക്രൈസ്തവർ പോലും അത് സമ്മതിക്കാത്ത ഒരു സ്റ്റേജ്. അങ്ങനെ ജീസസ് ഈസ് സോ പോപ്പുലർ ഇൻ ദ വേൾഡ് ആൻഡ് ഓൾസോ യേശുവിൻ്റെ ടീച്ചിങ്സ്. അപ്പോൾ ടോസർ അതിനകത്ത് പറഞ്ഞത്, ഇന്നിപ്പോൾ യുണൈറ്റഡ് നേഷൻസിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചിട്ട് ഞാൻ യേശുവിൻ്റെ ഒരു ഗിരിപ്രഭാഷണത്തിലെ കൊട്ടേഷൻ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ, ഇയാളെന്തോ മത തീവ്രവാദിയാണോ എന്നൊന്നും ആരും ചോദിക്കത്തില്ല. കാര്യം ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് എവരിവെയർ. എന്നാൽ യുണൈറ്റഡ് നേഷൻസിൽ നമുക്ക് നാളെ തൊട്ട് യേശു ക്രിസ്തുവിൻ്റെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാമെന്ന് പറഞ്ഞാൽ ആരും അക്സെപ്റ്റ് ചെയ്തില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ പോപ്പുലർ ചിന്തകളുമായിട്ട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ യേശു ക്രിസ്തു ഒരു നല്ല ഗുരു എന്ന നിലയിൽ മനസ്സിലാക്കി യേശുവിനെ സ്നേഹിച്ചതായ ധാരാളം ആളുകൾ, ഇപ്പോൾ ഹൈന്ദവ മതചിന്തയിലാണെങ്കിലും നമുക്ക് മഹാത്മാഗാന്ധി യേശുവിനെ അക്സെപ്റ്റ് ചെയ്തിരുന്ന ആളാണ് ഗുരു എന്ന നിലയിൽ. എന്ന് തന്നെയല്ല, യേശുവിൻ്റെ ഉപദേശങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുകയും ഗിരിപ്രഭാഷണം അദ്ദേഹം ഏറ്റെടുത്ത് നടത്തുകയും ന്യൂ ടെസ്റ്റമെൻറ്റ് ദിവസവും വായിക്കുന്നതെന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു. ആചാര്യ വിനോബ ഭാവെ ദ ടീച്ചിങ്സ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. വിവേകാനന്ദൻ പറഞ്ഞ ഒരു വാചകം എപ്പോഴും ഞാൻ ഉദ്ധരിക്കാറുണ്ട്. അദ്ദേഹം പുറത്തുള്ള ഒരു രാജ്യത്ത് വെച്ച് സംസാരിച്ചപ്പോൾ, കന്യാസ്ത്രീകളായ കുറച്ച് പേർ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു ദേവാലയത്തിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞതാണ്, ഇഫ് ഐ വർ ലിവിങ് അറ്റ് ദ ടൈം ഓഫ് ജീസസ് in Palestine, I would have been washing the feet of Jesus not with my tears but with the blood of my heart. ഞാൻ യേശുവിൻ്റെ കാലഘട്ടത്തിൽ പലസ്തീനിൽ ജീവിക്കുകയായിരുന്നെങ്കിൽ ഞാൻ യേശുവിൻ്റെ കാലുകൾ കഴുകുന്നത് എൻ്റെ കണ്ണുനീര് കൊണ്ടായിരുന്നില്ല, എൻ്റെ ഹൃദയരക്തം കൊണ്ടായിരിക്കുമായിരുന്നു എന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും യേശുവിനെ രക്ഷകനായി ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടില്ല. ഇവർ പറഞ്ഞത് ഈ പറഞ്ഞത് ഒരാൾ പോലും പറഞ്ഞത് ആത്മാർത്ഥതയില്ലാതല്ല. ദേ വേർ ഓൾ സോ സിൻസിയർ. ഈ വിവേകാനന്ദ പറഞ്ഞത് ഭയങ്കര സിൻസിയറായിട്ട് പറഞ്ഞതാണ്. ആൻഡ് ഈ യേശുക്രിസ്തുവിനോട് ആളുകൾക്കൊന്നും വിരോധം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും വിരോധം ഉണ്ടായത് യേശുക്രിസ്തുവിനെ എൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന ക്രിസ്ത്യാനികളോട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ, ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഓരോ കാര്യങ്ങളിൽ. എന്നാൽ ഗുരു നിത്യചൈതന്യ യതി, ഞാൻ യതിയുടെ ഒത്തിരി പുസ്തകങ്ങൾ, എനിക്ക് യതിയുടെ അതുമായിട്ട് പണ്ട് കാലം തൊട്ട് ആളുകളുമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകളുമായിട്ടൊക്കെ ഞാൻ ഒത്തിരി വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഗുരു നിത്യചൈതന്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ക്രിസ്ത്യാനികളെല്ലാം യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഞാൻ വാസ്തവത്തിൽ വിലമതിക്കുന്നത് യേശുവിൻ്റെ രക്തമല്ല, യേശുവിൻ്റെ വാക്കുകളാണ്. അപ്പം ഞാൻ അതിനെ ഒരിക്കൽ ഐ റെഡ് ആൻഡ് ഐ വാസ് ടോക്കിംഗ് ടു സംബഡി ആൻഡ് ഈവൻ ഐ ഹാവ് റിട്ടൺ സംവെയർ. ഞാൻ പറഞ്ഞു,
I certainly accept and appreciate and I adore the words of Jesus Christ, no doubt. യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ അതുല്യമാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ യേശു ക്രിസ്തു മരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കുമായിരുന്നില്ല എന്ന് ഞാനിങ്ങനെ പറയുന്നുണ്ടായി. അത് ഞാൻ പറയുന്നതല്ല, അത് ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, സപ്പോസ് യേശു ക്രിസ്തു മരിച്ചില്ലായിരുന്നെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾക്ക് എന്താണ് പ്രസക്തി? ഒന്നാമത്തെ കാര്യം, യേശുവിൻ്റെ ക്ലെയിംസ് എല്ലാം വെറുതെ ആവുകയാണ്. ഹീ ക്ലെയിം ദാറ്റ് ഹീ വാസ് ഗാഡ്. ഹീ ക്ലെയിം ദാറ്റ് ഹീ കെയിം ഹിയർ ടു സേവ് ദ പീപ്പിൾ. ഹീ കെയിം, അവനിവിടെ വന്നത് പാപികളെ രക്ഷിക്കാനാണെന്നും. ഇതൊന്നും വേണ്ട. യേശുവിൻ്റെ അതിമഹത്തായ ഒരു വാക്ക് ഞാൻ പറയാം. കൂട്ടുകാർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം കാണിപ്പാൻ ആർക്കും കഴിയുകയില്ല. എന്തൊരു അതുല്യമായ വാക്കുകളാണ്. എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ച വാക്കാണ്. അതിപ്പോൾ ക്രിസ്ത്യാനി ആയാലും ഇല്ലെങ്കിലും അതൊരു നല്ലൊരു ആപ്തവാക്യമാണ്. പക്ഷേ ഈ പറഞ്ഞ യേശു മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നെങ്കിൽ ഈ വാക്കിന് എന്താ പ്രസക്തി? ഇപ്പം നമ്മളുടെ മതചിന്ത വേറൊരു മതം, നമ്മുടെ ചുറ്റുപാടുമുള്ള പല ആളുകളും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, യേശു ക്രിസ്തു ശരിക്കും കാൽവരി ക്രൂശിൽ മരിച്ചില്ല, മരിക്കാതെ അവർ പിടിക്കാൻ വന്നപ്പോഴത്തേക്ക് യേശു അവിടെ ഇടയ്ക്ക് രക്ഷപ്പെട്ടു, എന്നിട്ട് യൂദാസിനെ യേശുവിൻ്റെ മുഖം തോന്നുന്ന പോലെ തോന്നി, എന്നിട്ട് അവരെല്ലാം കൂടെ പിടിച്ച് യൂദാസിനെ ക്രൂശിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കഥകൾ, വെറും കഥകൾ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അങ്ങനെ ഒരു യേശു, അതായത് മരിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ വേറൊരാളെ ഒറ്റി കൊടുത്തേച്ച്, അങ്ങനെ വരുമ്പോൾ യൂദാസിനെ യേശു കൂടെ ഒറ്റി കൊടുക്കുകയാണല്ലോ. യൂദാസ് യേശുവിനെ ഒറ്റി കൊടുത്തു എന്ന് പറയുന്നു. എന്നാൽ മരിക്കേണ്ട സമയം വന്നപ്പോൾ യൂദാസിന് യേശുവിൻ്റെ മുഖം കൊടുക്കുകയാണെങ്കിൽ യേശു യൂദാസിനെ ഒറ്റി കൊടുക്കുകയല്ലേ? അങ്ങനെയുള്ള ഒരു യേശുവിനെ എനിക്ക് വേണ്ട. എനിക്ക് അങ്ങനെ ഒരു യേശുവിനെ വേണ്ട. അങ്ങനെ രക്ഷപ്പെട്ട ഒരു യേശുവിനെ. അപ്പോൾ യേശു ദൈവമാണെന്നും മരിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി വേറെ കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ്. I certainly accept Jesus because he died for me and all the sins of the mankind. മനുഷ്യവർഗത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത, ലോകത്തിലെല്ലാവരും ജീവിക്കാനാണ് വന്നത്. ജീവിക്കണമെന്ന്, ആർക്കും മരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരൊന്നുമില്ലല്ലോ. എല്ലാവരും മരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ മരിക്കാനാണ് വന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളേ ഉള്ളൂ ലോകത്തിൽ, അത് യേശു കർത്താവാണ്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അപ്പോൾ അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ വിട്ടുള്ള ഒരു കളിയുമില്ല. യേശുവിൻ്റെ ഉപദേശം അതുല്യമാണ്, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ പുനരുത്ഥാനം, യേശുവിൻ്റെ മരണത്തിലൂടെ നമുക്ക് ലഭിച്ച പാപമോചനം, അതാണ് യേശുവിൻ്റെ യുണീക്നെസ്, അതാണ് അതുല്യത. ആ അതുല്യത വിട്ട് വേറെ ഒന്നുമില്ല. ജീസസ് വാസ് നോട്ട് ജസ്റ്റ് ലൈക്ക് എനി അതർ പേഴ്സൺ. ലോകത്തിൽ വന്ന മറ്റൊരു മതഗുരുവിനെ പോലെ അല്ല യേശു. ഞാനിത് പറയുന്നത് ഒരു മത തീവ്രവാദി ആയതുകൊണ്ടൊന്നുമല്ല. ജീസസ് ഈസ് ഗാഡ് ഇൻകാർണേറ്റഡ്. അപ്പം നമ്മൾ ചിലപ്പം ഹൈന്ദവ സങ്കല്പത്തിലെയും ഈശ്വര സങ്കല്പത്തിലെയും ഇൻകാർണേഷൻ ഉണ്ട്. അത് പറയുന്നതും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. അതൊരു ഈശ്വര ചൈതന്യം. ഇപ്പം പലരിലും ഉണ്ട് ഈശ്വര ചൈതന്യമുള്ള ആളുകളുണ്ട്. പക്ഷേ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു ഈശ്വര ചൈതന്യം ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിലല്ല. ഹി വാസ് ഗോഡ് ഹിംസെൽഫ്. അവൻ തന്നെയാണ് ദൈവം. അവൻ വന്നത് ഉപദേശം കൊടുക്കാൻ വേണ്ടിയല്ല, അവൻ വന്നത് മരിക്കാനാണ്. എന്തിനു മരിക്കാൻ? അതല്ലാതെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് യാതൊരു മാർഗവുമില്ലെന്ന് അവനറിയാം. അതൊരു ഒരു ഇറ്റേണൽ ട്രൂത്താണ്. ആ ഇറ്റേണൽ ട്രൂത്ത് നിർവഹിക്കാനായിട്ട് ഹി ഡൈഡ് ആൻഡ് ഹി ഗേവ് മി ലൈഫ്. അവൻ്റെ മരണം കൊണ്ട് എൻ്റെ പാപങ്ങളുടെ പരിഹാരം അവൻ നേടിയെടുക്കുകയും അതിനുശേഷം അവനും ഞാനും ഒരുമിച്ച് ജീവിക്കത്തക്ക രീതിയിൽ, അതായിപ്പോൾ സംഭവിക്കുന്നത്, ദൈവിക സംസർഗത്തിൽ യേശു ഒരുമിച്ച് ജീവിക്കാനായിട്ട് എനിക്ക് കഴിയുന്നത് യേശുവിൻ്റെ ഉപദേശങ്ങളല്ല. ഉപദേശങ്ങൾ ആരൊക്കെ തന്നിട്ടുണ്ട്? എത്രയോ നല്ല ഉപദേശങ്ങൾ. എനിക്ക് ബുദ്ധൻ്റെ ഉപദേശങ്ങൾ ഇഷ്ടമാണ്. ഞാൻ പല കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ നല്ലതുമാണ്. ബുദ്ധൻ്റെ ഉപദേശങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. സോക്രട്ടീസ് പറഞ്ഞ കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. അരിസ്റ്റോട്ടലിനെ പ്ലേറ്റോടൊക്കെ എല്ലാം ഒന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ഗ്രീക്ക് തത്വചിന്തകളിലെ എന്തെല്ലാം ഉപദേശങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പുരാണത്തിലെ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ ഉപദേശം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് അതായത് എനിക്ക് യോജിക്കാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് എല്ലാത്തിനോടും യോജിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിനകത്തെല്ലാം ഉപദേശങ്ങളുണ്ടല്ലോ. വർത്തമാന മഹാവീരൻ്റെ ഉപദേശങ്ങളുണ്ട്, കബീർദാസിൻ്റെ കവിതകളിലെ ഉപദേശങ്ങളുണ്ട്, എല്ലാത്തിനകത്ത് ഉപദേശങ്ങളുണ്ട്. ഭക്തിയുമുണ്ട്. കബീർദാസിൻ്റെയൊക്കെ കവിതകളിലെല്ലാം ഭക്തിയും ഉള്ളടങ്ങിയിട്ടുണ്ട്. അപ്പം ഭക്തിയും ഉപദേശവും നൽകാൻ വേണ്ടി വരുന്ന റിലീജിയൻസിന് എന്നെ രക്ഷിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. എനിക്ക് ആവശ്യമായിരുന്നത് ഒരു പാപമോചനമാണ്. അത് നൽകിയത് യേശുവാണ്. അവൻ രക്ഷകനാണ്. ഞാൻ ചെറിയ പ്രായത്തിൽ, ഈവൻ ദോ ഐ വാസ് ബോൺ ആസ് എ ക്രിസ്ത്യൻ, മൈ അസോസിയേഷൻ വാസ് ഓൾവേസ് വിത്ത് ഹിന്ദുസ് ആൻഡ് ഐ വാസ് റീഡിങ് ഹിന്ദു ബുക്സ്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഐ വാസ് സോ സ്മോൾ. അന്ന് മനസ്സിലാക്കാവുന്ന രീതി ഞാൻ പറയുന്നത്. ഞാൻ ചിലപ്പോൾ ആളുകളൊക്കെ പറയുമല്ലോ, ഞാൻ അത് പഠിച്ചു ഇത് പഠിച്ചു. ഞാനങ്ങനെ വലിയ പഠിച്ചു വേദങ്ങളെല്ലാം കൂടെ ഉപനിഷത്തുകൾ പഠിച്ചെന്നുള്ളതല്ല. ബട്ട് ഐ വാസ് എ ഗുഡ് റീഡർ.
അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് ഹൈന്ദവ ഉപദേശങ്ങളും മറ്റുമായിരുന്നു. ഹൈന്ദവ പുരാണങ്ങൾ അന്ന് ആ ചെറിയ പ്രായത്തിൽ എനിക്ക് പുരാണങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാകത്തുള്ളൂ. എനിക്ക് ഉപനിഷത്തുകളും വേദങ്ങളും ഉപനിഷത്തും ഒന്നും അന്ന് വായിച്ചാൽ എനിക്ക് മനസ്സിലാകുമായിരുന്നില്ല. എൻ്റെ കയ്യിൽ അവൈലബിളും അല്ലായിരുന്നു. പക്ഷേ ബാക്കിയുള്ള പുസ്തകങ്ങളൊക്കെ എനിക്ക് അവൈലബിൾ ആയിരുന്നു. ഞാൻ അങ്ങനെ ഒരു കുടുംബത്തിലാണ് വളർന്നത്. അതുകൊണ്ട് എനിക്ക് ഇറ്റ് വാസ് അവൈലബിൾ ഫോർ മീ. ഐ വാസ് റീഡിങ് ഇറ്റ്. അപ്പം ഞാൻ അത് വായിച്ച സമയത്തെല്ലാം എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. എനിക്ക് ഹിന്ദു ഗോഡ്സ് ആൻഡ് ഗോഡസസ് എനിക്ക് ഭയങ്കര പാഷനായിരുന്നു. ശിവ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലോഡ് ശിവനോട് എനിക്ക് ഭയങ്കര ആരാധനയായിരുന്നു. എനിക്ക് ശക്തി, അതാണല്ലോ അതിനകത്ത് ശിവൻ്റെ ആ ശക്തിയോടുള്ള വലിയ മോഹം, അതെല്ലാം എനിക്കുണ്ടായിരുന്നു. ഞാനതിനൊന്നും എതിര് പറയുന്നില്ല. ആസ് എ യങ് ബോയ് ഐ വാസ് ആഫ്റ്റർ ദാറ്റ്. പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്കറിയാമായിരുന്നു ഇതെല്ലാം പറഞ്ഞാലും ഞാനൊരു പാപിയാണെന്നും ഏത് ദൈവം വന്നാലും എനിക്കുണ്ടായ പ്രശ്നം അതാണ്. അപ്പം ഞാൻ അവതാരങ്ങളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഇനിയൊരു അവതാരം വന്നാൽ എന്തായിരിക്കും? കൽക്കിയ വരുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഒരിക്കൽ മുഹമ്മദ് ബഷീറുമായിട്ട് സംസാരിച്ച സമയത്ത്, പണ്ട് ചെറുപ്പമായിരുന്ന സമയത്താണ്. സോ ഞാനിങ്ങനെ ചോദിച്ചു, യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, അല്ല അത് പലരും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സഖാവ് കൽക്കി. മുഹമ്മദ് ബഷീർ വളരെ എന്താണ് രസികനായിട്ടാണ്. അപ്പം സഖാവ് കൽക്കി വരുന്ന കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവതാരങ്ങൾ ഏത് വന്നാലും എന്തിനു വേണ്ടി വരുന്നു എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. എന്തിനു വേണ്ടി വരുന്നു? എന്തിനു വേണ്ടി വരുന്നു? നല്ലവരായ ആളുകളെ രക്ഷിക്കാനും ദുഷ്ടന്മാരായ ആളുകളെ നശിപ്പിക്കുവാനുമായിട്ടാണ് വരുന്നത്. അതാണല്ലോ സംഭവാമി യുഗ ഓരോ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് നമ്മൾ അറിയാം ഓരോ യുഗങ്ങളിലും. അപ്പോൾ ഇനിയുള്ള ഒരു യുഗത്തിൽ മറ്റൊരു അവതാരം കൂടെ വന്നാലും എനിക്ക് രക്ഷയില്ലെന്ന് എനിക്കങ്ങ് തോന്നിപ്പോയതല്ല, അതല്ലേ ഫാക്ട്. ഈവൻ ഇഫ് ഐ ബിലീവ്, ഞാനിപ്പോൾ അത് വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ഈവൻ ഇഫ് ഐ എം എ പേഴ്സൺ ഹു ബിലീവ്സ് ഓൾ ദ തിങ്സ് ദാറ്റ് ഈസ് നറേറ്റഡ് ഇൻ ദി ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ്, ഐ എം നോട്ട് അഗൻസ്റ്റ് ഇതൊന്നും. അത് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ വളരെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എല്ലാ റിലീജിയനിലും പെട്ട ആളുകളാണ്. അതുകൊണ്ട് റിലീജിയനെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്ന ആളോ അതൊന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഈവൻ ഇഫ് അനദർ ഇൻകാർണേഷൻ ഈസ് കമ്മിങ്, എനിക്കതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അത് ഇൻകാർണേഷൻ്റെ പ്രശ്നമല്ല, എൻ്റെ പ്രശ്നമാണ്. കാരണം ഞാനൊരു പാപിയാണെങ്കിൽ എന്നെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അടുത്ത ഇൻകാർണേഷൻ വരുന്നത്. അത്രയേ ഉള്ളൂ. കൽക്കി വരുന്നതും എന്നെ രക്ഷിക്കാനൊന്നുമല്ല. അല്ലെങ്കിൽ ഒരു അവതാരവും വന്നത് പാപികളെ രക്ഷിക്കാനായിട്ടല്ല. എല്ലാ അവതാരവും വന്നത് പാപികളെ നശിപ്പിക്കുവാനും ശിഷ്ടന്മാരായ ആളുകളെ രക്ഷിക്കാനുമായിട്ടാണ്. എൻ്റെ മനസ്സിലൊരു ഭീതിയായി ചെറിയ പ്രായത്തിൽ തന്നെ, ഇനിയൊരു ഇൻകാർണേഷൻ വന്നാലും എനിക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല എന്നുള്ള ചിന്തയുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബൈബിൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ വായിച്ചിരുന്നത് മറ്റു ഗ്രന്ഥങ്ങളാണ്. അങ്ങനൊരു സാഹചര്യത്തിൽ ഞാനൊരു മീറ്റിങ്ങിൽ ഒരിക്കൽ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് അവരെന്നോട് ആവശ്യപ്പെട്ടു, സാജു എല്ലാ പുസ്തകം ഞങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം ആണ് സംഭവിച്ച കാര്യമാണ്. ആൻഡ് ദേ വർ ആസ്കിങ് മീ. ഞാൻ അവരോട് ചോദിച്ചു, എന്താ എനിക്ക് ഒരു സമാധാനമില്ല. ഞാൻ അവരോട് ഇങ്ങനെ സംസാരിച്ചു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ. അവിടെ മീറ്റിങ്ങിന് പോലും എനിക്ക് സമാധാനമൊന്നും ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഞാനൊരു പാപിയാണെന്നുള്ള വലിയ ബോധത്തോടെ ഞാനങ്ങ് കരയാൻ തുടങ്ങി. അതാണ് സംഭവിച്ചത്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അതാണ്. ഐ സ്റ്റാർട്ട് ക്രൈയിങ്. കാര്യം ഈ മനുഷ്യരൊക്കെ നല്ല വിശുദ്ധരായ ആളുകളും ദൈവം വന്നാൽ അവർക്ക് കുഴപ്പമില്ല, ഞാൻ നശിച്ചു പോകുമെന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഭയങ്കര പ്രശ്നമുണ്ടായിട്ട് ഐ വെൻറ്റ് ഔട്ട്. എനിക്ക് ആ മീറ്റിങ്ങിൽ ഇരിക്കാൻ പറ്റിയില്ല. ഐ സ്റ്റാർട്ട് ക്രൈയിങ്. വലിയ പാപബോധം. തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ സാജുവിൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക്, യു ആർ റീഡിങ് എ ലോട്ട് ഓഫ് ബുക്സ്, വൈ ഡോണ്ട് യു റീഡ് ബൈബിൾ? ആ ഒരു നല്ലൊരു സീലിൽ ആ ബൈബിൾ ഒന്ന് വായിച്ച് നോക്കല്ലോ. ഞാൻ ഒരു ചലഞ്ചായിട്ട് എടുത്ത് ബൈബിൾ വായിച്ച് നോക്കി. 2.5 മാസം കൊണ്ട് ഞാൻ ബൈബിൾ കംപ്ലീറ്റ് വായിച്ചു. ആ ബൈബിൾ വായിച്ചതാണ് എൻ്റെ രക്ഷയ്ക്ക് നിദാനമായത്. അതിനകത്ത് ഞാൻ കണ്ട വാചകമാണ്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്ര തേടി വന്നത്. യേശു അത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തോട് അത് ഇടപെട്ടു. എനിക്ക് മനസ്സിലായി, ഈ യേശു മാത്രമേ എനിക്ക് വേണ്ടി വന്നുള്ളൂ, ഈ യേശു മാത്രമേ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ സമാധാനം തന്നതാ. യേശുവിൻ്റെ ഗിരിപ്രഭാഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് അല്ലാതെ തന്നെ അത് ഞാൻ പറഞ്ഞത്, ഈവൻ ഫ്രം അതർ ബുക്സ് ഐ വാസ് അഡോറിങ് ദോസ് കൈൻഡ് ഓഫ് ടീച്ചിങ്സ്. ബട്ട് ദ റിയൽ തിങ്, എനിക്ക് വേണ്ടി മരിക്കാൻ, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്ര തേടി വന്നത്, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ഏൽപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്ര വന്നെന്നുള്ള വാക്ക് വായിച്ചപ്പോൾ ഞാൻ തകർന്നു പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശു നല്ല ഉപദേശം തന്നിട്ടുണ്ട്. പക്ഷേ ടു മീ യേശുവിൻ്റെ ഉപദേശങ്ങളെക്കാൾ എനിക്ക് വലുത് എനിക്ക് വേണ്ടി മരിക്കാൻ വന്ന യേശുവാണ്. യേശുവിനെ രക്ഷകൻ എന്ന നിലയിൽ കൈക്കൊള്ളുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത ഒരാൾ കേവലം ഒരു ധാർമ്മിക ഉപദേഷ്ടാവ് എന്ന നിലയിൽ മാത്രമേ അംഗീകരിക്കുന്നുള്ളെങ്കിൽ
അതൊരു വലിയ പരാജയമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവെന്ന് ഹൃദയപൂർവ്വം അംഗീകരിച്ച് കർത്താവിനെ ഏറ്റെടുക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഉപദേശങ്ങളും പ്രസക്തമായി വരുന്നത്. ജീസസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സേവിയർ, രക്ഷകൻ. അവൻ നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. കർത്താവിനെ ഒരു നല്ല ഗുരുവായിട്ട് അംഗീകരിക്കുന്ന ആളുകൾക്ക് രക്ഷകൻ എന്ന വെളിപ്പാട് ദൈവം കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ ശിഷ്യന്മാരുമായി ഫിലിപ്പിൻ്റെ കൈസേറിയയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കർത്താവ് ചോദിച്ചു, പുരുഷാരം എന്നെ ആർ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ 3-4 അഭിപ്രായങ്ങൾ വന്നു. പുരുഷാരം പറയുന്നു, ചിലർ പറയുന്നു നീ ഏലിയാവാണ്, ചിലർ യോഹന്നാൻ സ്നാപകനെന്ന്, ചിലർ യെരമ്യാവെന്ന്, ചിലർ പുരാതന പ്രവാചകന്മാരിൽ ഒരാളാണ്. കർത്താവ് പറഞ്ഞു, ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ എന്നെ ആരെന്ന് പറഞ്ഞു. പത്രോസ് പറയുന്നു, നീ ആരാന്ന് എനിക്കറിയാം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. കർത്താവ് ഉടനെ പറഞ്ഞു, ബറിയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, എൻ്റെ പിതാവ് നിനക്ക് തന്ന വെളിപ്പാടാണ്. യേശുക്രിസ്തു കേവലം ഒരു മോറൽ ടീച്ചർ മാത്രമല്ല, ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്, ദ സേവിയർ ഓഫ് ദ വേൾഡ് എന്നുള്ളത് ഒരു വെളിപ്പാടാണ്. വെളിപ്പാടെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹൃദയത്തിലെ ദൃഷ്ടി തുറക്കുക, ദി ഐസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. കാര്യം അതുപോലെയാണെന്ന് ഗ്രഹിക്കുന്ന അനുഭവം, അതാണ് ജീവിതത്തിൽ വിടുതൽ, മോക്ഷത്തിന് കാരണമായി തീരുന്നത്. ആ ഒരു അനുഭവം ദൈവത്തിന് മാത്രമേ തരാൻ കഴിയുള്ളൂ. എന്നാൽ അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, അതങ്ങനെയാണെങ്കിൽ എനിക്കത് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം ഈ നിത്യസത്യത്തെ വെളിപ്പെടുത്തി തരും. അതിനകത്ത് സംശയമില്ല. യെസ് പാസ്റ്റർ, ജീസസ് ഈസ് യുണീക്ക്. അത് ഒരിക്കലും ഹി ഈസ് ഇൻകമ്പയറബിൾ. കർത്താവിൻ്റെ ജനനം, കർത്താവിൻ്റെ ജീവിതം, കർത്താവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ, കർത്താവിൻ്റെ മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പ്, ഹു ഹാസ് റിസൺ ഫ്രം ദ ഡെഡ്, ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം കഴിഞ്ഞ് ഹി വെൻറ്റ് അപ്പ് ടു ഹെവൻ. ഇതേതാണ്ട് മൂലയ്ക്ക് നടന്ന സംഭവമൊന്നുമല്ല. 500-ലധികം ആളുകൾ കാണെ ഹി വാസ് ടേക്കൺ അപ്പ് ടു ഹെവൻ, ഹി അസെൻഡഡ് ടു ഹെവൻ. ജീസസ് ഈസ് ഗോഡ്. ബൈബിൾ നിഷ്കളങ്ക ഹൃദയത്തോടെ ആഗ്രഹത്തോടെ പഠിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തരും. അതിനകത്ത് സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ വാസ്തവത്തിൽ ഈ കാര്യത്തിൽ ഇത് കേൾക്കുന്ന ഏതൊരു വ്യക്തികളും പറയട്ടെ, ഞങ്ങൾ പറയുന്നത് വി ആർ ടോക്കിംഗ് ഇറ്റ് ഫ്രം അവർ ഹാർട്ട്. അല്ലാതെ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാനോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇത് കാണിച്ചിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനൊന്നുമല്ല. ഇത് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. So what I am saying is from my heart. This is what I accepted. This is what I learned. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരിക്കലും ആ യേശുവിൻ്റെ യുണീക്നെസ് ഞാനൊരു എന്തോ ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഐ ന്യൂ എവറിത്തിങ് ആൻഡ് ഫൈനലി ദിസ് ഇസ് ദ ബെസ്റ്റ് ഐ അണ്ടർസ്റ്റുഡ്. നോ, ഈ റെവലേഷൻ എന്ന് പറയുന്നൊരു വലിയൊരു കാര്യമാണ്. എൻ്റെ ആ ചെറിയ പ്രായത്തിൽ ഞാൻ പഠിച്ചത് മനസ്സിലാക്കാൻ എനിക്ക് ഒരിക്കലും കഴിയുമായിരുന്നില്ല. പക്ഷേ യേശു എനിക്ക് അത് വെളിപ്പെടുത്തി തന്നു. ഇത് നിങ്ങൾക്കും വെളിപ്പെടുത്തി തരട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന, തീർച്ചയായിട്ടും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇത് വെളിപ്പെട്ട് കിട്ടിയാൽ നിങ്ങളുടെ ലൈഫ് ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ റാഡിക്കൽ ചേഞ്ചാണ് എന്ന് തന്നെയല്ല, നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. ഇതൊരു പക്ഷേ ഈ പറയുമ്പം ഒരു പക്ഷേ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വാക്കുകൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ എക്സ്പ്ലനേഷൻ അപ്പുറത്തായിട്ട് കാര്യം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഗാഡ് ആൻഡ് ഇറ്റേണൽ ലൈഫ്. വി ആർ എക്സ്പീരിയൻസിങ് ഇറ്റ്. അത് ഒരു ഉപദേഷ്ടാവായിട്ട് മാത്രമല്ല, ഈസ് യുണീക്ക്. അവൻ വെറും ഉപദേഷ്ടാവെന്ന വെറുമല്ല. I cannot even tolerate when somebody says Jesus was the best teacher but not a savior. അതുപോലും പറ്റില്ല. കാര്യം അവൻ സേവിയർ എന്നുള്ളത് പാസ്റ്റർ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. വാട്ട് ഈസ് ഹിസ് നെയിം? ജീസസ് ഈസ് സേവിയർ. എന്തിനാണ് യേശു വന്നതെന്ന് കൃത്യമായിട്ട് വേദപുസ്തകം പറയുന്നു. അതെന്താണ്? അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. അവൻ യേശു എൻ്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുക. അതിനേക്കാളും വലിയ പ്രശ്നം എന്താ? എൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് എനിക്ക് അറിവൊന്നുമല്ല, അറിവില്ല എന്നുള്ളത്. ഓഫ് കോഴ്സ് നോളജ് ഈസ് സംതിങ് ബിഗ്. പക്ഷേ എനിക്ക് അറിവില്ലാത്തത് കൊണ്ട് മാത്രമല്ല എൻ്റെ വിഷയം. ദ പ്രോബ്ലം ഐ വാസ് ഫേസിങ് ദാറ്റ് വാസ് സിൻ. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ ആയിരുന്നില്ല. എൻ്റെ പ്രശ്നം എൻ്റെ പാപമായിരുന്നു. എൻ്റെ പ്രശ്നം എനിക്ക് സാമ്പത്തികമില്ലായ്മ ആയിരുന്നില്ല.
എൻ്റെ പ്രശ്നം പാപമായിരുന്നു. എൻ്റെ പ്രശ്നം എൻ്റെ ആരോഗ്യവുമായിരുന്നില്ല, എൻ്റെ പ്രശ്നം പാപമായിരുന്നു. ബാക്കിയുള്ളതൊക്കെ എനിക്ക് ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് ചെന്ന് എനിക്ക് വേണമെങ്കിൽ, അറിവില്ലെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത് ചെന്ന് എനിക്ക് അറിവ് നേടാനായിട്ട് പറ്റും. ആരോഗ്യമില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റും. പണമില്ലെങ്കിൽ തെണ്ടിയാണെങ്കിൽ ജീവിക്കാൻ പറ്റും. കഴിക്കാനില്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. ഐ ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ്. ബട്ട് വെൻ ഐ എം എ സിന്നർ, വെൻ ഐ അണ്ടർസ്റ്റാൻഡ്, ഐ വാസ് ക്രൈയിങ് വെൻ ഐ വാസ് യങ് ബിക്കോസ് ഐ ന്യൂ ദാറ്റ് ഐ വാസ് എ സിന്നർ. ഞാൻ എവിടെ പോകുന്നത്? ആരുടെ അടുത്ത് പോകും? ഏത് റിലീജനിൽ പോകും? എവിടെ ചെല്ലും? നീ ഏറ്റുപറഞ്ഞാൽ മതി, പാപം ക്ഷമിക്കും. എനിക്ക് അങ്ങോട്ട് തോന്നിയിട്ടില്ല. ഈ യേശുവിൻ്റെ യുണീക്നെസ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പലപ്പോഴും ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മളിതെല്ലാം കമ്പയർ ചെയ്യാനായിട്ട് പരിശ്രമിക്കും. ചിലപ്പം ക്രിസ്ത്യാനികൾ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർ ബുക്ക് ഈസ് ബെറ്റർ ദാൻ യുവർ ബുക്ക്, അവർ ഗോഡ് ഈസ് ബെറ്റർ ദാൻ യുവർ ഗാഡ്. ഐ നെവർ പ്രൊമോട്ട് ദാറ്റ്. അതല്ല വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത. അതല്ല വേദപുസ്തകം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ബുക്ക്, ദ ട്രൂത്ത്. ജീസസ് സെഡ്, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. അതിനകത്ത് അതാണ് യുണീക്ക് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കമ്പയർ ചെയ്തിട്ട് ബെറ്റർ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാര്യം എന്നെ രക്ഷിക്കാനായിട്ട് മറ്റൊന്നും പര്യാപ്തമായിരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്നും പര്യാപ്തമായിരുന്നില്ല. സോ ദാറ്റ് ഈസ് ദി ഓൺലി തിങ് ഐ ക്യാൻ. മറ്റുള്ളതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ഭയങ്കര ടോളറൻ്റാണ്. ഇപ്പം ഞാൻ കൈരളി പീപ്പിളിൻ്റെ പ്രാവശ്യം ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഒരു റിലീജിയനെ കുറിച്ചുള്ള ഇൻ്റർവ്യൂവിനകത്ത് അവരെന്നോട് ചോദിച്ചു, വൈ യു ആർ സോ ഫനാറ്റിക് വെൻ യു സേ ജീസസ് ഈസ് ദി ഓൺലി വേ. പലപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളെന്ത് ഈ പറയുന്നത്, യേശു മാത്രമേ ഉള്ളൂ ദൈവം എന്നൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ടോളറൻസ് വേണ്ടേ? കുറച്ചുകൂടെ എല്ലാവരും ഒന്ന് അക്സെപ്റ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞു, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഒരു കാരണവശാലും വ്യക്തികളെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നില്ല. പക്ഷേ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ട്രൂത്ത് അല്ലാതാകുന്നില്ല, സത്യമല്ലാതാകുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെന്താ പറയുന്നത്, ബാക്കി എല്ലാവരും വഴിതെറ്റിപ്പോയിരിക്കുന്നു. അപ്പം അതിന് മുമ്പ് അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വെൻ യു സേ, നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ വഴി മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് യേശുവിനെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ യേശു മറ്റുള്ള മതങ്ങളെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഫനാറ്റിക് ആകുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊരിക്കലും പറയുന്നില്ല മറ്റു മതത്തിലുള്ളവരെ എന്തെങ്കിലും ചെയ്യണമെന്നോ തള്ളണമെന്നോ കൊല്ലണമെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. ഞാൻ പറയുന്നത്, ക്രിസ്ത്യാനികളെ ഒരാൾ ഉപദ്രവിച്ചാൽ പോലും ക്രിസ്ത്യാനി മറ്റൊരാളെ ഉപദ്രവിക്കുന്നതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഞാൻ ചിലപ്പോൾ പറയാറുള്ളൊരു കാര്യമാണ്, ക്രിസ്ത്യാനികളെ ആളുകൾ ഉപദ്രവിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ക്രിസ്ത്യാനി മറ്റൊരാളെ ഉപദ്രവിക്കാൻ പാടില്ല. അതാണ് എൻ്റെ പോളിസി. കാരണം അപ്പോൾ അവനിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ക്രിസ്ത്യാനി ഉപദ്രവിക്കപ്പെട്ടാൽ ഐ എം എ മിഷണറി. എന്നെ കൊന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ ഞാൻ കൊന്നാൽ എനിക്ക് നഷ്ടപ്പെടാനുണ്ട്. ബിക്കോസ് ഐ എം ലൂസിങ് മൈ ക്രിസ്ത്യൻ ക്യാരക്ടർ. കൊല്ലുന്നതല്ല, ഞാൻ ഒരു കള്ളത്തരം പറഞ്ഞാൽ പോലും, ഒരു കള്ളം കാണിച്ചാൽ അത് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനികളെന്ന് പറയുന്ന എല്ലാവരുടെയും ഞാൻ പറയുകയാണ്, നിങ്ങളെ ആരുപദ്രവിച്ചാലും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, കൊല്ലുന്നതും തിന്നുന്നതൊക്കെ പോട്ടെ, നിങ്ങളൊരു വ്യക്തിയെ കളിപ്പിച്ചാൽ പോലും യു ആർ ലൂസിങ് യുവർ ക്യാരക്ടർ. എന്നാൽ നിങ്ങളെ ഒരാൾ കളിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. കളിപ്പിക്കട്ടെ, എന്നെ ആളുകൾ കളിപ്പിക്കുന്നു, കളിപ്പിച്ചോട്ടെ. എന്നെ ആളുകൾ തല്ലിക്കോട്ടെ, എന്നെ ആൾ കൊന്നോ. ഐ എം നോട്ട് ഗോയിങ് ടു ലൂസ് എനിത്തിങ്. ബട്ട് ക്രിസ്ത്യൻസ് ഷുഡ് നെവർ ഡു ദാറ്റ് ബാക്ക്. ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഞാൻ സബ്ജക്റ്റ് വിട്ടിട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഞാനൊരു ഫനാറ്റിക്കാണെന്ന് നിങ്ങൾ പറയാൻ കാരണം, ഐ അക്സെപ്റ്റ് എവരിബഡി. ഐ അക്സെപ്റ്റ് ഓൾ ദ പീപ്പിൾ. ഐ ലവ് ഓൾ ദ പീപ്പിൾ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മിക്കവരും ക്രിസ്ത്യാനികളൊന്നുമല്ല. ക്രിസ്ത്യാനി ഞാൻ പറഞ്ഞത് പേരുകൊണ്ട് ക്രിസ്ത്യാനികളല്ല. എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. എനിക്ക് ഇസ്ലാമിക് ഫ്രണ്ട്സ് ഉണ്ട്, ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്, ഹിന്ദു ഫ്രണ്ട്സ് ഉണ്ട്, മറ്റ് മതങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്, മതമില്ലാത്തവരുണ്ട്, എത്തിസ്റ്റുകളുണ്ട്, എത്രയോ ആളുകളുണ്ട്. ഐ ലവ് ദം. എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് സത്യം മറച്ചു വെക്കാൻ പറ്റത്തില്ല. സോ ഐ എം ടെല്ലിങ് ദം ദിസ് ഈസ് ദ ട്രൂത്ത്. അപ്പോൾ അവർ പറയും, ഹൗ ക്യാൻ യു സേ ദാറ്റ് ദിസ് ഈസ് ദ ട്രൂത്ത്? ഇവരോട് അവർ ടി വിയിലാണെങ്കിലും ഒന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ പറഞ്ഞു, ഞാൻ ആകെപ്പാടെ ചെയ്യുന്നത് സഹോദരൻ വഴി തെറ്റി പോകുമ്പോൾ അവനോട് പറയുന്നത്, മോനെ നീ തെറ്റായ വഴിയാണ് പോകുന്നത്, നീ ഒന്ന് തിരിച്ചു പോവാ. ഉടനെ അന്ന് ഇൻ്റർവ്യൂവിനകത്ത് അവരെന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, അത് സഹോദരൻ വഴി തെറ്റിയാലോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, ഞാൻ 2 വഴിയും പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 വഴിയും പോയിട്ടുള്ളവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്ന് ശരിയാണോ ഒന്ന് തെറ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഐ ഹാവ് വാക്ക് ത്രൂ ദീസ് 2 ways. അല്ലാതെ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നൊന്നുമല്ല. ഞാൻ പാപത്തിൻ്റെ വഴിയെ നടന്നിട്ടുണ്ട്. മറ്റ് റിലീജിയൻ I was ബോൺ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഇഫ് യു ആസ്ക് മീ, ആർ യു എ ബോൺ ക്രിസ്ത്യൻ? നോ, ഐ എം നോട്ട് എ ബോൺ ക്രിസ്ത്യൻ. നോബഡി ഈസ് ബോൺ ക്രിസ്ത്യൻ, നോബഡി ഈസ് ബോൺ ഹിന്ദു, nobody is born Muslim, nobody is born Buddhist. How can it be?
ജാതി വേണമെങ്കിൽ ജനനത്തിൻ്റെ പേരിൽ പറയാൻ പറ്റുമായിരിക്കും. അത് തെറ്റാണ്. ദാറ്റ് ഈസ് എത്തിക്കലല്ല, മോറലല്ല, അതൊക്കെയല്ല. ബട്ട് സ്റ്റിൽ നമ്മളിപ്പം ജാതി എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ജനിച്ച ജാതിയാണ് എഴുതി വെക്കുന്നത്. ഏത് ഇപ്പം എൻ്റെ ബുക്കിനകത്താണെങ്കിൽ ജനിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഫെയ്ത്ത് അങ്ങനല്ല, ജീവിതം അങ്ങനല്ല. ഫെയ്ത്ത് ഡിഫറൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ ഐ വാസ് ബോൺ ഇൻ എ ക്രിസ്ത്യൻ ഫാമിലി ഓർ നോട്ട്, ബട്ട് ഐ വാസ് ലിവിങ് എ ലൈഫ് വിതൗട്ട് ക്രൈസ്റ്റ്, ബട്ട് നൗ ഐ ലിവ് എ ലൈഫ് വിത്ത് ക്രൈസ്റ്റ്. ഈ ഡിഫറൻസ് കൊണ്ട് ആണ് ഞാൻ വാസ്തവത്തിൽ ആളുകളോട് സംസാരിക്കുമ്പോഴത്തേക്ക് ഫോളോ ദ വേസ് ഓഫ് ജീസസ്, ഫോളോ ജീസസ്, അക്സെപ്റ്റ് ജീസസ് എന്ന് പറയുന്നത്. ബിക്കോസ് ഐ ഹാവ് ബീൻ ടു, ഞാൻ രണ്ടിടത്തും ആയിരുന്നു. ഒരിക്കൽ ഞാൻ അങ്ങനെ ആയിരുന്നു. അന്നത്തെ ലൈഫ് എനിക്കറിയാം, അന്നത്തെ ഫ്രണ്ട്സ് എനിക്കുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് കളയുന്ന ആളല്ല. ഞാൻ മതം അല്ലെങ്കിൽ റിലീജിയൻ അല്ല എൻ്റെ വിഷയം, അതല്ല എൻ്റെ വിഷയം. ഞാൻ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് കളയത്തില്ല. ഇന്ന് വരെ ഞാൻ റിലീജിയൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും ജാതിയുടെ പേരിലോ മറ്റുള്ള റേസിൻ്റെ പേരിലോ ഞാൻ ഫ്രണ്ട്ഷിപ്പ് കളഞ്ഞിട്ടില്ല, കളയത്തുമില്ല. ഇവിടുത്തെ പ്രശ്നം ഇതാണ്. യേശു കർത്താവിനെ ഞാൻ തിരിച്ചറിയുന്നത് ഒരു നല്ല ഉപദേഷ്ടാവായിട്ട് മാത്രമല്ല, യേശുവിനെ ഞാൻ തിരിച്ചറിയുന്നത് രക്ഷകനായിട്ടാണ്. ഈസ് മൈ സേവിയർ. അതാണ് ഞാൻ മറ്റുള്ളവരോട് പറയുന്നത്. നിങ്ങൾ യേശുവിൻ്റെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് ജീവിച്ചിട്ട് എന്ത് നല്ല കാര്യം, പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് ഇറ്റേണൽ ലൈഫില്ലല്ലോ. മതം പഠിപ്പിക്കുന്ന ഏത് ഉപദേശങ്ങൾ പഠിച്ചാലും മതം നമുക്ക് ഒരു ഇറ്റേണൽ ലൈഫ് തരുന്നില്ല, ഉറപ്പ് തരുന്നില്ല. ഞാൻ ഒരിക്കൽ ഇസ്ലാമിക് എൻ്റെ ഒരു വലിയ ക്ലോസ് ഫ്രണ്ട് സയ്യിദ് അലി എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ത്യക്കാരനല്ല, പുറത്തുള്ള ഒരാൾ, അദ്ദേഹവുമായിട്ട് ഞാൻ 3 മണിക്കൂർ സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ഏറ്റവും ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഡു യു ഹാവ് എൻ അഷ്വറൻസ് ദാറ്റ് യുവർ സിൻസ് ആർ ഫോർഗിവൻ? 3 മണിക്കൂർ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം എന്നെ ഇസ്ലാമിൻ്റെ ഒത്തിരി കാര്യം പഠിപ്പിച്ചു. ഐ എം സോ ഹാപ്പി അബൌട്ട് ഹിസ് ടോളറൻസ്, ഐ ലവ് ഹിം. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഈ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, നോ സാജു, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഫിയർ ആൻഡ് ഹോപ്പ്. അത് ഭീതിയുടെയും പ്രത്യാശയുടെയും നടുക്ക് തൂങ്ങിക്കിടക്കുകയാണ്. എനിക്ക് അഷ്വറൻസ് ഇല്ല. ഞാൻ പറഞ്ഞു, ഇൻ മൈ കേസ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഐ എം അഷ്വർഡ്, മൈ സിൻസ് ആർ ഫോർഗിവൻ. അദ്ദേഹം ഏറ്റവും പറഞ്ഞു നിർത്തിയത്, ഐ ഹോപ്പ് എവരിബഡി വിൽ ഹാവ് ദാറ്റ് അഷ്വറൻസ്. ബിക്കോസ് അതില്ലാത്ത ലൈഫ് എന്ന് പറഞ്ഞാൽ നരകമാണ്. എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടെന്നുള്ളൊരു ബോധ്യമില്ലെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ഹെൽ. ഇറ്റ്സ് ലൈക്ക് ഹെൽ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, പ്ലീസ് നിങ്ങൾക്കൊരു അഷ്വറൻസ് ഉണ്ടാകണം. നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്നുള്ളൊരു അഷ്വറൻസ് നിങ്ങൾക്ക് ഉണ്ടാകണം. അതില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനകത്ത് എന്താണ്, ഞാൻ ആ പത്തറ്റിക്കായിട്ടുള്ള സിറ്റുവേഷൻ അറിഞ്ഞിട്ടുണ്ട്. ഐ വാസ് ക്രൈയിങ് ഇൻ ദ നൈറ്റ്സ് that I knew nothing about my forgiveness, but when Jesus forgave my sins, I am happy. I am the most content man. എൻ്റെ ഏറ്റവും സംതൃപ്തനായ മനുഷ്യൻ ഞാനാണെന്ന് ഞാൻ ചിലപ്പോൾ പറയും. യെസ്, അതുപോലെ സംതൃപ്തിയുള്ള മറ്റുള്ളവർ കാണുമായിരിക്കില്ല നീ പറയുന്നില്ല, ബട്ട് ഞാൻ സംതൃപ്തിയുള്ള മനുഷ്യനാണ്. ബിക്കോസ് യേശു എൻ്റെ പാപങ്ങളെ മോചിച്ചു. He was forgiving my sins by paying a cost. ഒരു കോസ്റ്റ് കൊടുക്കാതെ എവിടെയെങ്കിലും ഒരാളിടുന്നില്ല നിൻ്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പുരോഹിതൻ പറഞ്ഞാലും പറ്റില്ല, ദൈവം തമ്പുരാൻ ഏതെങ്കിലും ഒരു ദൈവം പറഞ്ഞാലും പറ്റില്ല. ബട്ട് ജീസസ്, ഹി വാസ് റെഡി ടു പേ എ കോസ്റ്റ് ഫോർ ദാറ്റ്. അവൻ്റെ സ്നേഹമാണ്. അവൻ്റെ മരണമെന്ന് പറയുന്നത് അവൻ്റെ സ്നേഹമാണ്. അതവൻ ചൂസ് ചെയ്തതാണ്. എന്തിനു വേണ്ടി? എന്നെ രക്ഷിക്കാൻ വേണ്ടി. ഹി വാസ് ഗാഡ് ആൻഡ് ഈവൻ ഹി ലിവ്സ് ടുഡേ. എവിടെ? നിങ്ങൾ എന്നോട് ചോദിക്കും എവിടെ യേശു ജീവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹൃദയം തുറന്ന് കാണിക്കും. ലുക്ക് ഹിയർ, ഹി ലിവ്സ് ഇൻ മീ. അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും. ആ ഒരു സ്നേഹം, അത് നിങ്ങളും ആ കർത്താവിനെ മനസ്സിലാക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും കർത്താവ്. ഐ പ്രേ ദാറ്റ് ഓൾ ദ പീപ്പിൾ ഹു ഹിയർ മൈ മെസ്സേജ്, ഐ പ്രേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ദയവ് ചെയ്ത് നിങ്ങൾ ആത്മാവിൻ്റെ കണ്ണുകളെ നിങ്ങൾ അടച്ചു കളയരുത്. കർത്താവ് തുറക്കുമ്പോൾ അത് അവൻ പ്രവേശിക്കട്ടെ. നിങ്ങൾ യേശുവിനെ അറിയുക, യേശുവിനെ അനുഭവിക്കുക, ആ സന്തോഷം നിങ്ങൾ അനുഭവിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കും. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ചോദ്യങ്ങൾ, സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കുവാൻ മറക്കരുത്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.